ഡെലിവറിക്ക് ശേഷം വന്ന കഴുത്തിൻ്റെ ആ ഒരു ഡാർക്ക്നെസ്സും 1 മന്ത് ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള കഴുത്തുമാണത്. മാറ്റിയെടുക്കാൻ ഇതിൻ്റെ അത്രയും ബെസ്റ്റ് സാധനം ഇല്ല. ഇതെങ്ങനെയാ വെച്ചാൽ നമ്മുടെ കഴുത്തിന് കഴുപ്പ് നന്നായിട്ട് കുറയ്ക്കും. എൻ്റെ കഴുത്തൊക്കെ നന്നായിട്ട് ഡാർക്കൻ ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ചും കൂടി ഉള്ളൂ, അതിന് വേണ്ടി ഒപ്പിച്ചതാണത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ആര്യശിജു വ്ളോഗ്സ്. അപ്പം നമ്മുടെ പ്രസവം ശേഷം നമുക്ക് എല്ലാവർക്കും കഴുത്ത് നല്ല കറുപ്പ് വരുമല്ലോ. അപ്പം ചിലർക്ക് കുറച്ച് കൂടുതലായിരിക്കും. അതൊക്കെ ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ടാണ്. എന്നാലും നമുക്ക് അത് കംപ്ലീറ്റ്ലി ചിലർക്ക് പോയി കിട്ടില്ല. കുറേ പേർക്ക് 1 കൊല്ലം 2 കൊല്ലം, ചിലപ്പം അത് കുറച്ചധികം നീണ്ടു നിൽക്കുന്നവരുണ്ട്. പെട്ടെന്ന് ഒരു കളർ ചേഞ്ച്, അതായത് ഒന്ന് ആ ഡള്ളായത് മൊത്തം ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇന്ന് കാണിക്കുന്നത്. ഇതാണത്. മാറൽ എന്നാണ് നമ്മൾ പറയുക. അതായത് നമ്മുടെ നാട്ടുമാവിൻ്റെ തോലാണ്. നാട്ടുമാവിൻ്റെ തോല് എന്ന് പറയുമ്പം നമ്മളെ ഈ തേന്മാവ് എന്നൊക്കെ പറയും, അതിൻ്റെ തോലാണിത്. ഇതെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കട്ടിയുള്ള തോല് ചെത്തി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തോലാണിത്. അപ്പോൾ ഇത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പഴയ ആൾക്കാർക്കൊക്കെ അറിയലുണ്ടാവും. ഉണക്കാൻ വേണ്ടി വെളിച്ചം കൊണ്ടു തന്നതാണ്. അവർ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. മഞ്ഞളും മാറാൻ്റെ കാര്യം എവിടെയും കാണുന്നില്ല, ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം അതൊരു പുതിയ ഇൻഫോർമേഷൻ ആയിരിക്കും, ചിലർക്ക് അറിയലുണ്ടാവില്ല, പണ്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പം അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്കിനി ഉണക്കാൻ വെക്കണം. ഉണക്കിയിട്ട് നമ്മുടെ മഞ്ഞളിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. അത് സാധാ മഞ്ഞൾ അല്ലെങ്കിൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അത്ര നല്ലത്. നമ്മൾ വെയിലത്തേക്ക് വെക്കാം. എൻ്റെ അമ്മ വെയിലുണ്ടാവുക ചെമ്പിന് മുകളിൽ അറിയില്ലേ, ചെമ്പിന് മുകളിലുള്ള സാധനം കിട്ടാൻ കുറച്ച് പാടാണ്. നാട്ടുമാവൊക്കെ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഈ ഭാഗത്തൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ കിട്ടിയപ്പം എടുത്ത് സെറ്റാക്കി വെച്ചതാണ്. മഞ്ഞളും കൂടി എടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഉണക്കാനിടുകയാണ്. ഇതൊരു 3-4 ദിവസം നമ്മൾ നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തതാണ്. അപ്പം ഇത് ഏകദേശം ഇങ്ങനെ പൊടിയുന്ന ഒരു രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. എന്നാലും ഒന്ന് ഉരലിലിട്ടിട്ടൊന്ന് കുത്തി നോക്കുക. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഉരലില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ മിക്സിയിലിട്ടിട്ടാണ് പൊടിച്ചെടുക്കാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള ഈ കട്ടിയുള്ള തോലൊന്നും വേണ്ട, അത് ശരിക്കും എടുത്തിട്ട് ഒഴിവാക്കി കളയണം. ബാക്കി ഇങ്ങനെ പൊട്ടിച്ചിടുക തന്നെ. അപ്പോൾ ഉരലുള്ളവർ അതിനകത്ത് കുത്തിയെടുക്കുക. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. കുറച്ചൊരു പാടാണ്. മഞ്ഞളാണ് പ്രത്യേകിച്ച് പൊടിയാൻ പാട്, മറ്റത് സുഖമായിട്ട് പൊടിഞ്ഞു. കുറച്ചും കൂടെ ഒന്ന് ഫൈനായിട്ട് പൊടിഞ്ഞെടുക്കാറുണ്ട്. എന്നിട്ട് ഇത് തരിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഒരു തരിപ്പയിലേക്ക് ഇടുക. എന്നിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഈ ഫൈനായിട്ടുള്ള ഈ പൊടിയാണ് നമ്മൾ മുഖത്തേക്ക് യൂസ് ചെയ്യുന്നത്. ഇതിത്ര മഞ്ഞ കളർ കാരണം ഇട്ട മഞ്ഞൾ മൊത്തം ഞാനിതിനകത്ത് പൊടിക്കാൻ എടുത്തുപോയി. കുറച്ചുകൂടി മാറൽ ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു ചന്ദന കളറാണ് ഈ പൊടിക്ക് മൊത്തമായിട്ടുണ്ടാവുക. ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചതിൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഇതിപ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് തേക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും മാറൽ മാത്രം പൊടിക്കുകയാണെങ്കിൽ ഒരു ചന്ദന കളർ ഇതേപോലെയാണ് കാണാം. മറ്റേത് മഞ്ഞൾ കുറച്ച് കൂടി പോയതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 1 ടൈം യൂസ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ മുടി ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മഞ്ഞളും മാറലും ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മുഖത്ത് എല്ലാ ഭാഗത്തും അതേപോലെ തന്നെ കഴുത്തിലും, മെയിനായിട്ട് കഴുത്താണല്ലോ നമുക്ക് ആ ഒരു നല്ല കരിവാളിപ്പ് ഉണ്ടാവുക. അപ്പം കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയെടുക്കുക. 1 ടൈം യൂസിൽ തന്നെ നമുക്ക് നല്ല മാറ്റം ഫസ്റ്റ് തന്നെ ഫീൽ ചെയ്യും. നല്ലൊരു ഗ്ലോയിങ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു യെല്ലോയിഷ് ഷെയ്ഡ് ഉണ്ട്, പക്ഷേ നല്ല മാറ്റമുണ്ട് നേരത്തെ വെച്ച് നോക്കുമ്പോൾ. ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ബ്രൈറ്റ്നസ് വരുന്ന മാതിരി എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.